പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദമായി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ നാളുകളിൽ ഈ ചെയ്യുന്ന വീഡിയോ പഴയ നിയമവും പുതിയ നിയമവും സംബന്ധിച്ച കാര്യങ്ങളാണ്. കാരണം ഇത് ഒത്തിരി ആളുകളെ ദുഷ്ടൻ ചതിച്ചു കളഞ്ഞ ഒരു വിഷയമാണ്. യേശു കൃത്യമായി പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നതല്ല, നിവർത്തിപ്പാൻ വന്നതാണ്. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നിഷേധിക്കാനും നീക്കാനും ആർക്കും കഴിയില്ല. പക്ഷേ യേശു തികച്ചതെന്താണ്? പുതിയ നിയമസഭ എപ്പോഴാണ് ആരംഭിച്ചത്? സഭയുടെ ദൈനംദിന നടത്തിപ്പും ആരാധനാക്രമങ്ങളും എന്താണ് എന്നെല്ലാം എഴുതിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ലേഖനങ്ങളിലാണ്. പലവരും ചോദിക്കുന്നുണ്ട്, യഹോവ പറഞ്ഞതിന് മാറ്റം വരില്ലല്ലോ. ആ യഹോവ തന്നെയല്ലേ യേശു? യഹോവ പാപം ചെയ്ത മനുഷ്യന് മുഴുവൻ നിത്യനരകത്തിന് വിധിച്ചു. ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. അപ്പോൾ പിന്നെ യഹോവ പറഞ്ഞതാണ് ചെയ്യേണ്ടതെങ്കിൽ യേശുവിൻ്റെ പാപമോചനം എന്തിനാ? പ്രിയപ്പെട്ടവരെ, യഹോവ തന്നെയാണ് യേശു എന്ന സത്യവും തിരിച്ചറിയണം. യേശു ക്രിസ്തു നമുക്ക് പുതിയ നിയമം തന്നു. അതായത് പഴയ നിയമം യേശു പൂർത്തീകരിച്ചു, ന്യായപ്രമാണം യേശു പൂർത്തീകരിച്ചു,